പ്രവാസികളുടെ കുടുംബങ്ങൾക്ക് ഈ മാസം മുതൽ നിലവിൽ വന്ന ആശ്രിത ഫീസ്, അടുത്ത വർഷം മുതൽ നിലവിൽ വരുന്ന തൊഴിലാളികൾക്കുള്ള ഫീസ് എന്നിവ വഴി 4 വർഷത്തിനകം 65 ബില്യൺ റിയാലിന്റെ അധിക വരുമാനമാണ് സൗദി പ്രതീക്ഷിക്കുന്നത്. ആശ്രിത ഫീസിലൂടെ മാത്രം 26 ബില്യൺ റിയാലിന്റെ അധിക വരുമാനമാണ് ഖജനാവിലേക്ക് എത്തുക. ഇതുവഴി ബജറ്റ് കമ്മി കുറയ്ക്കാമെന്നാണ് പ്രതീക്ഷ. സൗദിയിൽ ജോലി ചെയ്യുന്ന വിദേശികളുടെ ആശ്രിതരായി രാജ്യത്ത് കഴിയുന്നവർക്ക് സർക്കാർ ഏർപ്പെടുത്തിയ ഫീസ് അടുത്ത 4 വർഷത്തിനകം 26.7 ബില്യൺ റിയാലിന്റെ അധിക വരുമാനമുണ്ടാക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. 11 ദശലക്ഷം വിദേശി ജോലിക്കാരുടെ ആശ്രിതരായി 22 ലക്ഷം പേർ രാജ്യത്ത് കഴിയുന്നുണ്ടെന്നാണ് കണക്ക്. ജൂലൈ മുതൽ പ്രാബല്യത്തിൽ വന്ന പ്രതിമാസ 100 റിയാൽ ഫീസിലൂടെ ആദ്യ വർഷം 2.7 ബില്യൺ റിയാലാണ് രാഷ്ട്രം പ്രതീക്ഷിക്കുന്നത്. കമ്മി ബജറ്റിലേക്കും പെട്രോൾ ഇതര വരുമാനത്തിലേക്കും ഇത് മുതൽക്കൂട്ടാവും. അടുത്ത വർഷങ്ങളിൽ ഫീസ് ഇരട്ടിപ്പിക്കുന്നതിലൂടെ വരുമാനവും ഇരട്ടിക്കും. വിദേശികളുടെയും അവരുടെ കീഴിൽ രാജ്യത്ത് കഴിയുന്ന ആശ്രിതരുടെയും എണ്ണത്തിൽ ഗണ്യമായ കുറവ് വന്നില്ലെങ്കിൽ അടുത്ത വർഷങ്ങളിൽ വരുമാനത്തിൽ വൻ കുതിപ്പുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2018 5.3 ബില്യൺ, 2019 8 ബില്യൺ, 2020 10.7 ബില്യൺ എന്നിങ്ങനെയാണ് സർക്കാർ ഫണ്ടിലേക്ക് നേരിട്ടെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അടുത്ത വർഷം മുതൽ തൊഴിലാളികൾക്കുള്ള ഫീസ് കൂടി വരുന്നതോടെ ഖജനാവിലേക്കുള്ള പണം വർദ്ധിക്കും. പുതിയ ഫീസുകളിലൂടെ 2018 24 ബില്യൺ റിയാലും 2019 44 ബില്യൺ റിയാലും 2020 65 ബില്യൺ റിയാലുമാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. 297 ബില്യൺ റിയാലിന്റെ കമ്മി ബജറ്റാണ് സൗദി ഇത്തവണ അംഗീകരിച്ചത്. ദേശീയ പരിവർത്തന പദ്ധതി 2020ന്റെയും സൗദി വിഷൻ 2030ന്റെയും ഭാഗമായി എണ്ണ ഇതര വരുമാനം ലക്ഷ്യമിട്ടാണ് സൗദി പുതിയ ഫീസുകൾ പ്രഖ്യാപിച്ചത്. അസ്ഹർ പുളിയിൽ, മീഡിയ 1, റിയാദ്.